ഹായ് ഹലോ, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മളെ ചെമ്മാട് ഹൈലൈറ്റ് മാളിൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പം ഞങ്ങളും പോയിട്ടുണ്ടായിരുന്നു അവിടെ കാണാൻ. നമ്മൾ അടുത്ത് തന്നെയാണല്ലോ, അപ്പോൾ പിന്നെ എന്തായാലും പോവൽ നിർബന്ധമാണ് പറഞ്ഞ പോലെ തന്നെയാണല്ലോ. എന്തായാലും ഇപ്പോൾ നമ്മളെന്തായാലും പോകും. നമ്മളെ തൊട്ടടുത്ത് ഹൈലൈറ്റ് മാളൊക്കെ വരുമ്പോൾ നമ്മൾ പൈസ ഒക്കെ കൊടുത്ത് കോഴിക്കോട് ബുദ്ധിമുട്ടി വണ്ടിയൊക്കെ വിളിച്ച് അല്ലെങ്കിൽ ബസ്സിനൊക്കെ ആയിട്ടാണ് കോഴിക്കോടൊക്കെ കാണാൻ പോയിൻ്റെത്. അപ്പം ഞങ്ങൾ ഇന്നിപ്പോൾ നമ്മളെ തൊട്ടടുത്ത് ഞങ്ങൾക്ക് 13 രൂപ എടുത്താൽ ഹൈലൈറ്റ് മാളിലെത്താം. അങ്ങനെ ഞങ്ങൾ ഉള്ളിലൊക്കെ കയറി. ഇപ്പോൾ കണ്ടില്ല ഞങ്ങൾ മെസ്സിൻ്റെതും നെയ്മറും റൊണാൾഡോൻ്റെ ഒക്കെ പിന്നെ ഫോട്ടോസൊക്കെ അവിടെ ഉണ്ടായിട്ടുണ്ടായിന്. പിന്നെ ഫിഫ വേൾഡ് കപ്പിൻ്റെ അതും ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഉള്ളിലൊക്കെ കയറി. ഞങ്ങൾ ഫസ്റ്റ് ഇത് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഞാൻ പോയിട്ടുണ്ട്. വീഡിയോ എടുത്തിട്ട് വെച്ചിട്ട് ഒരുപാടായിട്ടുണ്ട്. എനിക്ക് എഡിറ്റ് ചെയ്യാൻ ഭയങ്കര മടിയെന്ന് പറഞ്ഞാൽ ഭയങ്കര മടിയാണ് എഡിറ്റ് ചെയ്യാൻ. അങ്ങനെ കുറേ ദിവസം ഇങ്ങനെ നീണ്ടു പോയതാണ്. വീഡിയോ എടുത്തിട്ട് കുറേ ആയിട്ടുണ്ട്. ഞങ്ങൾ ഈ ഹൈലൈറ്റ് മാൾ തുറന്ന സമയത്ത് തന്നെ പോയിട്ടുണ്ട്. അപ്പോൾ ഓരോ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ഓരോ വീഡിയോ എടുത്തതാണ്. ഞാനിത് മാക്സിൻ്റെ ആണ്. അതേപോലെ ഞങ്ങൾ ചെരുപ്പ് ഞാനൊന്ന് വാങ്ങിയിട്ടുണ്ട് കേട്ടോ ഇവിടുന്ന്. അത് ഫസ്റ്റ് കിട്ടപ്പോഴൊക്കെ എനിക്കൊരു ബുദ്ധിമുട്ട് തോന്നി. പക്ഷേ ഇപ്പോൾ ഏറ്റവും എനിക്ക് ആ ചെരുപ്പ് ഇടാനാണ് ഏറ്റവും ഇഷ്ടം. കാരണം നല്ല സുഖമുണ്ട് കാലിന് അതിട്ട് നടക്കാൻ. ചെരുപ്പെടുത്ത് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് ചെരുപ്പ്. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. എല്ലാവരുടെ അടുത്തും ഉണ്ട്, ഇപ്പം ട്രെൻഡായിട്ടുള്ള ഒരു ചെരുപ്പാണത്. എനിക്കാണെങ്കിൽ ഇങ്ങനത്തെ ഈ ടോയ്സ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ വാങ്ങാൻ. പക്ഷേ വീട്ടിലേക്കാണ് കൊണ്ടുവരാൻ പറ്റില്ല എന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ ഞാനത് വാങ്ങിയിട്ടില്ല. പിന്നെ ഈ ടെഡി ബിയറിൻ്റെ ടോയ്സ് അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് വാങ്ങാൻ. പക്ഷേ ഞാനൊന്നും വാങ്ങിയിട്ടില്ല കേട്ടോ. പിന്നെ ഇപ്പോൾ നമ്മൾ ഫസ്റ്റായിട്ട് പോകുമ്പോൾ നമ്മൾ കൂടുതലായിട്ടും ഇങ്ങനെ മാളിലൊക്കെ കൂടുതലായിട്ട് പോണത് നമ്മൾ ഇങ്ങനെ കാണാനൊക്കെയാണ്. പിന്നെ നല്ല നല്ല ചുരിദാറിൻ്റെ ഇതൊക്കെ ഉണ്ട് കേട്ടോ. എല്ലാത്തിനും നല്ല ക്യാഷ് കയ്യിലുണ്ടായാലും എല്ലാം ഉഷാറാണ്. പിന്നെ ചുരിദാറുകളൊക്കെ നല്ല രസമുള്ളതൊക്കെ ഉണ്ട്. ഇത് കണ്ടില്ലേ, ഈ വൈറ്റൊക്കെ എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. ചെറിയ പെൺകുട്ടികൾക്കൊക്കെ പറ്റിയ ഒരുപാട് ടോപ്പുകളും പാൻറ്റുകൾ അങ്ങനത്തെ ഐറ്റംസൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പം ചെറുതും വലുതൊക്കെ ഒരുപോലെ തന്നെയാണ് ഇടൽ. പക്ഷേ നമ്മളങ്ങനെ ഒന്നും ഇട്ട് വളർന്നതല്ലല്ലോ. അപ്പോൾ നമുക്കതൊരു ഇടാനൊക്കെ മടിയാണ്. പക്ഷേ ഇപ്പോഴുള്ള കുട്ടികൾക്കൊക്കെ പറ്റിയ പാൻറ്റും ഇതൊക്കെ ആയിട്ടുള്ളത് നല്ല മോഡലുകളൊക്കെ ഉണ്ട്. അങ്ങനെ ഏതായാലും ഇവിടെയൊക്കെ ഒന്ന് നടന്ന് കാണാമെന്ന് വിചാരിച്ചിട്ട് മെയിൻ ഉദ്ദേശം അത് തന്നെയാണ്. സാധനം വാങ്ങലൊന്നുമില്ല, ഇവിടെ എല്ലാ സ്ഥലവും ഒന്ന് നടന്ന് കാണണം. ഹൈലൈറ്റ് മാൾ ഒന്നുമല്ല, അപ്പോൾ അതിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് നടന്ന് കറങ്ങണം എന്ന് വിചാരിച്ചിട്ടാണ് പോകുന്നത്. ഇനിയിപ്പോൾ അതാ ഇത് നല്ല രസമല്ലേ, ഇത് കഫ്താനയാണ്. എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ ഡ്രസ്സിന് വലിയ ആവശ്യങ്ങളൊന്നുമില്ല. കാരണം ഡ്രസ്സ് ഒരുപാട് പോയി കല്യാണം അടുപ്പിച്ചൊക്കെ ഒരുപാട് ഡ്രസ്സ് എടുത്തുകൊണ്ട് തന്നെ ഡ്രസ്സിന് വലിയ ആവശ്യമില്ല. പക്ഷേ പെണ്ണുങ്ങളെ സ്വഭാവമാണല്ലോ, കണ്ടാൽ എന്തായാലും എടുക്കണം എന്നുള്ളൊരാഗ്രഹമാണ്. എന്ത് ഡ്രസ്സ് കണ്ടാലും അതൊന്ന് എടുക്കണം, അങ്ങനത്തെ ഒരു ചിന്തയാണ് മനസ്സിൽ. ഈ ഒരു ചുരിദാർ എൻ്റെ അടുത്തുണ്ട് കേട്ടോ, ഞാനിപ്പോൾ ഈ കാണിച്ചത്. അപ്പോൾ ഇതേ മോഡൽ ചുരിദാർ തന്നെ അവിടെ ഉണ്ട്. പക്ഷേ നല്ല റേറ്റ് ഉണ്ട് അതിന്. ഞാൻ വാങ്ങിയ റേറ്റിനേക്കാളും ഡബിൾ റേറ്റ് അവിടെ ഉണ്ട്. ഇനി ക്വാളിറ്റിക്ക് എന്തെങ്കിലും മാറ്റം ഉണ്ടോ എന്നറിയില്ല. അതുപോലെ പാർട്ടി വെയറും അങ്ങനെയൊക്കെ കുറേ ഉണ്ട്. ഓവർ വർക്കുള്ളതും വർക്കില്ലാത്തതും പിന്നെ അതൊക്കെ ഉണ്ട്. ഞങ്ങൾ ഏറ്റവും കൂടുതൽ അവിടെ ചെന്നിട്ട് ചിലവഴിച്ചത് ഈ ഒരു സെക്ഷനാണ് കേട്ടോ, ഡ്രസ്സിൻ്റെ. ഇത് പിന്നെ ഷോളുകളാണ് കേട്ടോ. സിമ്മർ ഷോളിൻ്റെ വേറൊരു ഐറ്റംസാണ് തോന്നുന്നുണ്ട്. ഇതൊരു ചുളിഞ്ഞിട്ടുള്ളൊരു ഐറ്റമാണ്. ടോയ്സുകൾ, ഗെയിംസുകൾ, ഇതൊക്കെ ഗെയിംസിൻ്റെ ഏരിയയാണ്. കുറേ ഗെയിംസുകളൊക്കെ ഉണ്ട് കുട്ടികൾക്ക് പറ്റിയിട്ടുള്ള. മുകളിലത്തെ നിലയിലാണ്. പിന്നെ ഫുഡ് ഐറ്റംസ് ഞങ്ങൾ ഫുഡ് കഴിക്കണം എന്നൊക്കെ വിചാരിച്ചിരുന്നു. പിന്നെ ഞങ്ങളെ കൂടെ ഉള്ള ആൾ നോമ്പൊക്കെ നോറ്റതുകൊണ്ട് ഞങ്ങളൊന്നും കഴിച്ചിട്ടൊന്നുമില്ല. ഞങ്ങൾ വേഗം അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ പുറത്തുനിന്ന് ഒരു ചെറിയൊരു സംഭവം കഴിച്ചിട്ടുണ്ട് കേട്ടോ. അത് വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും എന്താണെന്നുള്ളത്. ഇത് ഗെയിംസിൻ്റെ ഏരിയ കേട്ടോ. കുട്ടികൾക്കൊക്കെ പറ്റിയ പാർക്കും കാര്യങ്ങളും ഇതൊക്കെ ആയിട്ടുണ്ട് ഇവിടെ. നമ്മളെല്ലാ ദിവസവും കാണുന്ന സ്ഥലമാണ്. പക്ഷേ ഇവിടെ വന്നാണ്ട് പുറത്തേക്ക് നോക്കാൻ നല്ല രസം തോന്നുക. കാരണം എല്ലാ ദിവസവും കാണലുണ്ട്, പക്ഷേ ഉയരത്ത് നിന്ന് താഴോട്ട് നോക്കുമ്പോൾ നല്ല ഭംഗിയാണല്ലോ. അപ്പോൾ ഇവിടെ നിന്നിട്ട് കുറച്ചൊക്കെ പുറത്ത് നോക്കി നിൽക്കാനൊക്കെ അങ്ങനെ തോന്നിയിന്. പിന്നെ ഞങ്ങൾ അവിടുന്ന് സീലബനായിട്ടാണ് കഴിച്ചത്. സൈലബനല്ല, ഇവിടെ സീലബനാണുള്ളത്. അപ്പോൾ അതൊന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു. അത് ടേസ്റ്റ് ഉണ്ട്. പിന്നെ എനിക്ക് പൊതുവേ മധുരം ഇഷ്ടമുള്ളത് കൊണ്ട് തന്നെ ഞാനത് നല്ലോണം കഴിക്കും. ഞങ്ങൾ എല്ലാവരും കൂടി കഴിച്ച് ബാക്കിയുള്ളത് ഞാൻ വീട്ടിൽ കൊണ്ടുപോയി. നല്ല ടേസ്റ്റ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ അവർക്കൊന്നും വല്ലാതെ ഇഷ്ടമായിട്ടില്ല. എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ട്. മധുരം ഇഷ്ടമുള്ള ആളുകൾക്കൊക്കെ ഇഷ്ടമാവും, അല്ലാത്തവർക്കൊന്നും ഇഷ്ടാവില്ല.
അങ്ങനെ ഉള്ളിലൊക്കെ ഒന്ന് കറങ്ങി വന്ന് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അത് അതിൻ്റെ ഫ്രണ്ട് ഭാഗം ഇതാണ്. അപ്പം ഇങ്ങനെയൊക്കെ ചെമ്മാട് എന്നൊക്കെ കൊടുത്തിട്ട് നല്ല സെറ്റപ്പാണ് ഫ്രണ്ടൊക്കെ. ഇനിയിപ്പോൾ